പകുതികൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ലാലി വിൻസെന്റിന്റെ വീട്ടിലും ആനന്ദകുമാറിന് തിരുവനന്തപുരത്തെ വീട്ടിലും ഇ.ഡി. റെയ്ഡ്. 12 ഇടങ്ങളിലാണ് റെയ്ഡ്. അനന്തകൃഷ്ണന്റെ ഇടുക്കി തൊടുപുഴ കൊളപ്രയിലെ ഓഫീസിലും ഇ.ഡി. റെയ്ഡുണ്ട്. ലാലി വിൻസെന്റിന്റെയും ആനന്ദകുമാറിനെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് റെയ്ഡ്. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ഉണ്ട്. ബിനിൽ, ഈ ആനന്ദകുമാറിന്റെ വീട്ടിലെ റെയ്ഡ് അതെങ്ങനെ പുരോഗമിക്കുന്നു? അരുണ്യ, ഇന്ന് രാവിലെയാണ് 8:00 കൂടിയാണ് ഇവിടേക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഞാൻ നിൽക്കുന്ന ശാസ്തമംഗലത്തെ കെ എൻ ആനന്ദകുമാറിന്റെ വീട്ടിലേക്ക് എത്തിയത്. രാവിലെ എത്തി ആ റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് തന്നെയാണ് അദ്ദേഹം ഡയറക്ടർ സായിഗ്രാമ കേരളയുടെ ഓഫീസ്, സായിഗ്രാമ സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസും ഇവിടെ തന്നെയാണ്. നേരത്തെ ഇന്നിപ്പോൾ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. അതിനിടെയാണ് ഇവിടേക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥരെത്തി പരിശോധന തുടരുന്നത്. ഇവിടെ മാത്രമല്ല, കൊച്ചിയിൽ ലാലി വിൻസെന്റിന്റെ വീട്ടിലും റെയ്ഡ് നടത്തുന്നുണ്ട്. ഈ കോൺഫറൻസ് കമ്മിറ്റിയുടെ 12 ഓഫീസുകളിലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. നേരത്തെ മുതൽ ആനന്ദകുമാർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ല, എല്ലാ തട്ടിപ്പും നടത്തിയത് ഈ അനന്തകൃഷ്ണനാണ് എന്നാണ് നേരത്തെ ഇദ്ദേഹം ആവർത്തിച്ച് മാധ്യമങ്ങളടക്കം പറഞ്ഞ ഒരു കാര്യം. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അടക്കം ലഭിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച തെളിവെന്ന് പറയുന്നത്, ഇത് ആ ബൈലോ പ്രകാരം ഈ ആജീവനാന്ത ട്രസ്റ്റി ഇയാളാണ്, ചെയർമാൻ ഇദ്ദേഹമാണ്, ഈ കെ എൻ ആനന്ദകുമാറാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും ഒഴിയാൻ കഴിയില്ല എന്നൊരു കണ്ടെത്തലാണ് പോലീസ് നടത്തിയത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്കെതിരെ, കെ എൻ ആനന്ദകുമാറിനെതിരെ വിവിധ ജില്ലകളിൽ പരാതി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം രണ്ടാം പ്രതിയാക്കി ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എതിർക്കാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഇയാൾക്ക് ഒഴിയാൻ കഴിയില്ല, ഇതിൽ കൃത്യമായ പങ്കുണ്ട്. മാത്രമല്ല, അനന്തകൃഷ്ണന്റെ മൊഴിയുണ്ട്. 2 കോടി രൂപ ഈ അക്കൗണ്ടിലേക്ക്, ഈ അനന്തകൃഷ്ണൻ ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറി എന്ന മൊഴിയുമുണ്ട്. അതിന്റെ രേഖകളും പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെയാണ് ഇ.ഡി. പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഈ 2 വീട്ടുകളിലടക്കം 12 ഇടങ്ങളിലാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ക്രൈംബ്രാഞ്ചും ഈ ജാമ്യാപേക്ഷ എതിർക്കുന്ന ആ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇ.ഡി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഈ പരിശോധന തുടരുന്നത്. പ്രധാനമായും അന്വേഷിക്കുന്ന 2 കാര്യങ്ങൾ, ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹവാല ഇടപാട് വഴി ഈ പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ, ഈ 2 കാര്യങ്ങളാണ് ഇ.ഡി. പരിശോധിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ ഇ.ഡി. ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ പരാതിയിൽ പറയുന്ന പരാതിക്കാരുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 12 ഇടങ്ങളിലെ റെയ്ഡ് പുരോഗമിക്കുന്നത്. പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെടുക്കുക, ഇവരുടെ ഈ ഇടപാടുകളിൽ ഇവരുടെ കാര്യങ്ങൾ സുതാര്യമാണോ, അല്ലെങ്കിൽ അത് പരിശോധിക്കുക, തെളിവുകൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇ.ഡി. പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും രാവിലെയാണ് ഈ പരിശോധന, ഇ.ഡിയുടെ പരിശോധന ആരംഭിച്ചത്. ആദ്യം വീട്ടിലായിരുന്നു, ഈ തൊട്ട് സമീപത്ത് കാണുന്ന അജിത് എന്ന പേരുള്ള ആ വീട്ടിലായിരുന്നു ആദ്യം ഇ.ഡി. ഉദ്യോഗസ്ഥർ എത്തിയത്. ഇപ്പോൾ ഇവിടെ സായിഗ്രാമ കേരളയുടെ ഓഫീസിലേക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവിടെയും വിശദമായ പരിശോധന നടത്തും. പ്രത്യേകിച്ച് ഈ ഇടപാടുകളുടെ രേഖകളടക്കമാണ് പരിശോധിക്കുന്നത്. നിലവിൽ എന്തായാലും കഴിഞ്ഞ ദിവസം കെ എൻ ആനന്ദകുമാർ വീട് പൂട്ടിയ നിലയിലാണ് കണ്ടത്. മാത്രമല്ല, അതിനുശേഷമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. നിലവിൽ എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റേതും അതിനുശേഷം ഇ.ഡിയുടെയും പരിശോധനയാണ് ഇതിൽ പ്രധാനമായും നടക്കുന്നത്. അരുണ്യ, അതാണ് പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇടുക്കിയിലും അടക്കം 12 ഇടങ്ങളിൽ ഇ.ഡിയുടെ പരിശോധന അത് തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു.